ശ്രീ ഡിജോ കാപ്പൻ, നമുക്കൊരു വ്യവസ്ഥയുണ്ടല്ലോ ഇവിടെ. കാരണം 1.5 കിലോമീറ്റർ വരെ 30 രൂപ, അതിനുശേഷം വരുന്ന പെർ കിലോമീറ്ററിന് 15 രൂപ എന്ന നിലയിലാണ് പൊതുവെയുള്ള ഒരു വിജ്ഞാപനം. ഞാൻ വിജ്ഞാപനം നോക്കുകയായിരുന്നു ഗതാഗത വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ. അപ്പോൾ വ്യവസ്ഥയും വെള്ളിയാഴ്ചയൊന്നുമില്ലാതെ അങ്ങ് തോന്നിയതുപോലെയാണ് നടക്കുന്നത് കാര്യങ്ങൾ. നോക്കൂ, അത് എല്ലാവരും അങ്ങനെ അല്ല. ചിലർ, വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളൂ മീറ്റർ ഓൺ ആക്കുന്നുള്ളൂ. നമ്മൾ തന്നെ, എനിക്ക് തന്നെ അനുഭവമുണ്ട്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്നും കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ വളരെ സാധാരണക്കാരായ ആളുകളാണ്, പൊതുവെ അറിയാമല്ലോ. പെട്ടെന്ന് നമ്മൾ വാഹനം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഓട്ടോറിക്ഷ കൈ കാണിക്കുന്നു. പക്ഷേ ഇതാണ് സ്ഥിതിയെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? എവിടെയാണ് നമ്മളൊരു തിരുത്തൽ അടിയന്തരമായി വേണ്ടത്? അടിയന്തരമായി ശ്രദ്ധ പതിക്കേണ്ട ഒരു വിഷയമെന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? അല്ല, കേരളത്തില് കോഴിക്കോട് മാത്രമേ ഉള്ളൂ ഓട്ടോറിക്ഷയൊക്കെ ഡ്രൈവർമാരെ കുറിച്ച് കാര്യമായ പരാതി ഇല്ലാത്ത ഒരു സ്ഥലം. ബാക്കി നമ്മുടെ തിരുവനന്തപുരം, കൊച്ചി, അതുപോലെ തന്നെ കൊല്ലം കോർപ്പറേഷനുകളുടെ ഒക്കെ കീഴിലുള്ള ഓട്ടോറിക്ഷകളിൽ വ്യാപകമായി മീറ്റർ ഉപയോഗിക്കാതിരിക്കുന്നതായിട്ട് വ്യാപക പരാതിയുണ്ട്. അപ്പൊ ഇത് സംബന്ധിച്ച് ഞങ്ങള് ചില അന്വേഷണങ്ങൾ നടത്തിയപ്പം മനസ്സിലായ ഒരു കാര്യം, ഈ ഓരോ പോയിന്റിലും, അത് കോർപ്പറേഷൻ എന്നല്ല പഞ്ചായത്തുകളിലും ഒക്കെ ഒരു 10 ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ 15ഉം 20ഉം ഓട്ടോറിക്ഷകളാണ് പാർക്ക് ചെയ്യാനായിട്ട് ക്യൂവിൽ കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ 20 ഓട്ടോറിക്ഷയ്ക്ക് ഓടാനുള്ള ഓട്ടം അവിടെ ഇല്ല. അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കിട്ടുന്ന യാത്രക്കാരന്റെ കയ്യിൽ നിന്ന് പരമാവധി അവർ മേടിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഒരു 7 മണി അല്ലെ 8 മണിക്ക് വരുന്ന ഒരു ആള് അവന്റെ കുടുംബം പോറ്റാനായിട്ട് ഒരു 500 രൂപയിലും വീട്ടിൽ കൊണ്ടുപോകണമല്ലോ. അപ്പൊ ആ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കിട്ടുന്ന യാത്രക്കാരന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുക എന്നാണ് അതിന്റെ കൃത്യമായ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. പക്ഷെ ഇതിന് അപൂർവം ചില ആളുകൾ ഈ പറയുന്നത് പോലെ ഇല്ല. അപ്പൊ ഞാൻ ചില ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ലല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് കോട്ടയത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് KSRTC സ്റ്റാൻഡിലോട്ട് പോകുവാണെങ്കിൽ അവര് പറയുന്ന ഒരു ന്യായം, ഞങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നില്ല, ഞങ്ങൾക്ക് തിരിച്ച് KSRTCയുടെ അവിടെ കിടക്കാൻ പറ്റില്ല, ഞങ്ങൾ തിരിച്ച് വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ വരണം. അപ്പം പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് പകുതി പണം കൂടി, അതായത് രാത്രി കാലങ്ങളിൽ നമുക്കറിയാം 9 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ മീറ്ററിൽ കാണുന്ന ചാർജിന്റെ പകുതിയും കൂടെ ഇവരോട് വാങ്ങിക്കാൻ ഗവൺമെന്റ് തന്നെ അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ മറ്റ് പാലിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം 7 മണി കഴിയുമ്പോഴേ അർദ്ധരാത്രി അല്ലെങ്കിൽ 10 മണിയുടെ അവസ്ഥയിലേക്ക് അവർ എത്തുകയാണ്. 7 മണിക്ക് ശേഷമൊക്കെ നഗരത്തിൽ, പ്രത്യേകിച്ച് അങ്ങ് പറയാം, ഞാൻ തിരുവനന്തപുരത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. തിരുവനന്തപുരത്ത്, ബാക്കിയുള്ള ജില്ലകളിലൊക്കെ പൊതുവെ സ്ഥിതി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊരു വ്യവസ്ഥ വേണം. ആ വ്യവസ്ഥ ഉണ്ട്, പക്ഷേ അത് പാലിക്കപ്പെടുന്നില്ല, മോണിറ്റർ ചെയ്യപ്പെടുന്നില്ല. നേരത്തെ ഞങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞതുപോലെ പ്രീപെയ്ഡ് കൗണ്ടറിൽ നിന്നും കിട്ടിയ ആ സ്ലിപ്പാണ്, അത് 30 രൂപയുടെ. അതേ ദൂരമുള്ള, അതേ റോഡ്, അതേപോലെയുള്ള റോഡ്, അതേ വഴി സഞ്ചരിക്കുമ്പോൾ 50 രൂപ ചോദിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ചോദിക്കേണ്ടത് കാര്യങ്ങൾ. ദിജോ, അല്ല, അതിനകത്ത് നമ്മുടെ യാത്രക്കാർക്ക് അറിയത്തില്ലാത്തൊരു കാര്യം, ഓട്ടോറിക്ഷയിൽ കയറി കഴിഞ്ഞാൽ തർക്കമുണ്ടായാൽ നമ്മൾ കയറുന്നിടത്തു നിന്നുള്ള ഏത് പോയിന്റിൽ നിന്ന് കയറിയോ ആ പോയിന്റിൽ നിന്ന് ഇറങ്ങുന്ന പോയിന്റിലേക്കുള്ള രസീത് ചോദിച്ചാൽ നിയമപരമായി അയാൾ തരാൻ നിർബന്ധിതനാണ്. അതായത് വ്യവസ്ഥ അങ്ങനെയാണ്. പക്ഷെ അവർ പറയും, നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോ, ഞങ്ങൾ ഓട്ടം പോകുന്നില്ല എന്ന് പറയും. അപ്പൊ ഇതിന്റെ ഒരു കാരണം, രാഷ്ട്രീയ കക്ഷികൾക്ക് പെട്ടെന്നൊരു പ്രകടനം, ഒരു പ്രതിഷേധ പ്രകടനം ടൗണിൽ നടത്തണമെങ്കിൽ ഏറ്റവും വേഗം കൂട്ടാവുന്ന ആളുകൾ ഈ ഓട്ടോറിക്ഷയുടെ വണ്ടി ഓടിക്കുന്ന ആളുകളാണ്. അപ്പൊ അതിനകത്ത് ഭരണകക്ഷി എന്നില്ല, പ്രതിപക്ഷം എന്നില്ല. കേന്ദ്രത്തിലെ ഭരണകക്ഷിയാണേലും സംസ്ഥാനത്തെ ഭരണകക്ഷിയാണേലും സംസ്ഥാനങ്ങളിലെയും കേന്ദ്രത്തിലെയും പ്രതിപക്ഷങ്ങളൊക്കെ ആണെങ്കിലും അവർക്കൊക്കെ ഇവരെ കൊണ്ട് ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയ കക്ഷികളുടെ ഒരു ടൂളായിട്ട് ഇവർ മാറുന്നത് കൊണ്ട് ഇവർക്കെതിരെ പരാതി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടപടി ഉണ്ടാവാറില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ശ്രീ ഡിജോ കാപ്പൻ, പലപ്പോഴും കാണുന്നത്, നമ്മൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഈ മീറ്റർ ഒന്ന് ഇടുക, മീറ്ററിന്റെ ഉത്തരവാദിത്തം ഈ ഓടിക്കുന്ന ആൾക്കാണല്ലോ. അത് പറയുമ്പോൾ അവിടെ ഇറങ്ങിക്കോളൂ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോ, നിങ്ങൾ കയറണ്ട. അപ്പോൾ ഒരു പിടിവാശിയാണ്, ആലോചിച്ച് നോക്കണം. അപ്പോൾ നമുക്കിവിടെ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, മോട്ടോർ വാഹന വകുപ്പുണ്ട്, അതായത് പോലീസ് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇവരൊക്കെ കൃത്യമായി ഇതൊന്ന് മോണിറ്റർ ചെയ്യുന്നുണ്ടോ അതോ ചെയ്യാത്തതാണോ? താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ യൂണിയന്റെയൊക്കെ ബലം കൊണ്ട് ഒക്കെയാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? യൂണിയന്റെ ബലം കൊണ്ടും, പിന്നെ മാത്രവുമല്ല ഇവര് സ്വാഭാവികമായിട്ടും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ചിലപ്പോൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടി വന്നതേ ഉള്ളായിരിക്കും. അപ്പൊ ഇവിടുത്തെ യൂണിയന്റെ നേതാവിനെ പിണക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വീണ്ടും അദ്ദേഹം അവിടുന്ന് ദൂര സ്ഥലങ്ങളിലേക്ക് മാറും. സ്വാഭാവികമായും കുട്ടിയുടെ അഡ്മിഷനൊക്കെ മാറ്റി മേടിക്കേണ്ടിയൊക്കെ വരും. അതുകൊണ്ട് ഞാനായിട്ട് എന്തിനാ ഇത് നന്നാക്കാൻ പോകുന്നത് എന്നുള്ള ഒരു സ്ഥിതിയുണ്ട്. ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ യാത്രക്കാർ പരാതി പറയുന്ന ഒരു കാര്യം, ഇപ്പൊ ഒരാങ്ങളെയും പെങ്ങളും കൂടെ ഒരു ഓട്ടോറിക്ഷയിൽ കയറി, അല്ലെ ഒരു ഭർത്താവും ഭാര്യയും കൂടെ കയറിയാൽ ഇവര് ഇൻസൾട്ട് ചെയ്ത് കളയും.
ഇത്ര പിശുക്കൊക്കെയാണ് എന്തിനാ നടന്നങ്ങ് പോയാൽ പോരായിരുന്നോ? അപ്പൊ ഈ അപമാനം കേൾക്കാതിരിക്കാൻ തന്നെയാണ് പല ആളുകളും പേടിച്ചിട്ട് എടുത്ത് പൈസ കൊടുത്തിട്ട് പോകുന്നത്. പിന്നെ എപ്പോഴും പറയും ചില്ലറയില്ല എന്നുള്ള ഒരു വ്യാപകമായ യാത്രക്കാരൻ എപ്പോഴും ചില്ലറ കൊണ്ടു നടക്കുക. എന്നാലും ഇവർക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാം, ഞങ്ങളുടെ ജോലിയാണോ എന്ന് ചോദിക്കാം. പക്ഷെ ഇതിനകത്ത് യാത്രക്കാരൊരിക്കലും പരാതിപ്പെടുന്നില്ല. യാത്രക്കാരൻ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ട്രിപ്പ് ഷീറ്റ് വേണം. നിങ്ങൾ പറയുന്ന 50 രൂപയുടെ സ്ഥാനത്ത് 75 80 രൂപ നമ്മൾ പല വഴിക്ക് പല കാര്യങ്ങൾക്കൊക്കെ പോവുകയായിരിക്കും. അപ്പോൾ അവരോടൊന്നും മല്ലിടാനുള്ള സമയമോ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് ആളുകൾ അങ്ങ് പോന്നെങ്കിൽ പോട്ടെ, 10 രൂപ അങ്ങ് അധികം വാങ്ങുന്നെങ്കിൽ അങ്ങ് കൊടുത്തേക്കാമെന്ന് വിചാരിക്കുന്നത്. അതൊരു ചൂഷണത്തിന്റെ ഒരു പതിവ് പല്ലവിയായിട്ട് അങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ല. തീർച്ചയായും ഓർമ്മിപ്പിക്കാനുള്ളത് മോട്ടോർ വാഹന വകുപ്പാണ്. നിങ്ങൾക്ക് ഇവിടെ സംവിധാനത്തെ അതിന് തെറ്റായ രീതിയിൽ പോവുകയാണെങ്കിൽ ജനങ്ങളുടെ സുരക്ഷ അവൻ്റെ ജീവനും സ്വത്തിനും എന്ന പോലെ തന്നെ അവനുണ്ടാകുന്ന കേടുപാടുകൾ കൂടി പരിഹരിക്കേണ്ട ബാധ്യത ഇവിടുത്തെ പോലീസിനും മോട്ടോർ വാഹന വകുപ്പിനും ഉണ്ട്. അത് നിങ്ങൾ ദൈനംദിനമായി ഈ റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസ് ഇന്ന് പുറത്തേക്ക് വിടുന്ന റിപ്പോർട്ടുകൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യാപകമായിട്ടുള്ള ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയും.